ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ചൊരക്കയുടെ കറിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. ഞങ്ങളെ വീടുകളിൽ ഇത് ഉണ്ടാക്കും. ഇത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ കേരളത്തിൽ ഞാനിത് അങ്ങനെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ ഫ്രണ്ട്സ്. ഈസിയാണ്. ഇത് നമുക്ക് രസത്തിൻ്റെ കൂടെ, തീയലിൻ്റെ കൂടെ, സാമ്പാറിൻ്റെ കൂടെ ഒക്കെ വെച്ച് കഴിക്കാം. അധികം സ്പൈസി അല്ല കേട്ടോ ഫ്രണ്ട്സ്. അത് കാരണം ഈ റെസിപ്പി നിങ്ങളൊന്ന് നോക്കണേ. ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തരാം ഇതെങ്ങനെ ചെയ്യും. ചൊരയ്ക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ വേണമെങ്കിലും ആവാം. ഇത് ഞാനൊന്ന് ഇത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ചൊരയ്ക്ക ഇടുന്നു. ഇതൊന്ന് നന്നായിട്ട് വേവാനുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ അതൊന്ന് വേവാനുണ്ട്. അതിപ്പോൾ വേവട്ടെ. അങ്ങനെ ഓപ്പണിൽ വെന്താൽ മതി. പിന്നെ ഞാൻ അരയ്ക്കാനുള്ളത് കുറച്ച് തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾ, ഇത്രയും അരയ്ക്കാനുണ്ട്. അതൊന്ന് വേവട്ടെ ഫ്രണ്ട്സ്. ഞാനിത് അരച്ചിട്ട് വന്നേക്കാം. ഈസിയാണ് സംഭവം ഫ്രണ്ട്സ്. നമ്മളുടെ ചൊരയ്ക്ക ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൊരക്കയിലേക്ക് ഇടാൻ ഞാൻ തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ അരച്ച് വെച്ചത് ഒഴിക്കുവാണ്. ആ അരച്ച് വെച്ചത് ഒഴിച്ചതോടുകൂടി അതിൻ്റെ ഒരു മിനിറ്റ് 2 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പച്ചിപ്പ് ഒന്ന് മാറാനുണ്ട് ഫ്രണ്ട്സ്. ആ പച്ചിപ്പ് ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് ശകലം കൂടെ വെള്ളം ചേർക്കാം. എന്നുവെച്ചാൽ ഇത്തിരി വെള്ളം ആയിപ്പോയാലും അവസാനം ഇതിന് കുറുകാനായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. അതിന് ഒരു ടിപ്പും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് കാണുക. ഇതൊന്ന് ഈ പച്ചപ്പ് ഒന്ന് മാറട്ടെ കേട്ടോ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഏതാണ്ട് അതിൻ്റെ ആ പച്ചിപ്പ് മണം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ്, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് അതൊന്ന് ഇളക്കുമ്പോഴേക്കും ഇനി ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഫ്രണ്ട്സ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ അരിപ്പൊടി കേട്ടോ. ഇടിയപ്പത്തിനോ പുട്ടിനോ ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടും കേട്ടോ. ഇത് സാധാരണയായിട്ട് വിചാരിക്കേണ്ട. ഇത് വളരെ നല്ലതാണ്. സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിന് ഇങ്ങനെ തന്നെ ചെയ്യണം. ആദ്യം കയറ്റിയൊന്നും ഇട്ട് കളയല്ലേ. ആദ്യം കയറ്റി ഈ അരിപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തുമല്ലേക്ക് അരയ്ക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അരച്ചു കഴിഞ്ഞാൽ അത് അടിപ്പിടിക്കുകയൊക്കെ ചെയ്യും, ശരിയാവില്ല. ഇങ്ങനെ തന്നെ ചെയ്യണം. കൂട്ടത്തിലെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ കുറച്ച് ഫ്ലേവർ വയ്ക്കാനായിട്ട് നമുക്കൊന്ന് കടുക് വറുക്കാനും കൂടെ ഉണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് കലക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഈ ഉണ്ടയൊക്കെ മാറ്റിയിട്ട് വേണം ഇടേണ്ടത്. അതോടുകൂടി അങ്ങ് ഇടരുത്. ഇട്ട് കഴിഞ്ഞാലും നമുക്ക് കട്ട പിടിച്ച് കറിയുടെ സ്വാദിനെ അത് കളയാനുള്ള ചാൻസസ് ഉണ്ട്. അത് കാരണം ഇതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഫ്രണ്ട്സ്. എല്ലാം കൂടെ ഇങ്ങനെ ആക്കി ഉടച്ചെടുത്തിട്ട് നമ്മളതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുത്ത് അത് കൂടെയിട്ട് ഒന്ന് കുറുകട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തിരി ഇതായിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, വെള്ളം ആയിക്കഴിഞ്ഞാലും. പിന്നെ ഞാൻ ഇപ്പുറത്ത് വാളംപുളിയിൽ വെളിച്ചെണ്ണ വയ്ക്കുവാണ്. വെളിച്ചെണ്ണ വെച്ച് കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരു ചുവന്ന മുളകും കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് ഇട്ടാലാണ് ഇത് നന്നാവുക. ഒന്ന് പൊട്ടട്ടെ ഫ്രണ്ട്സ്. ചൊരക്കയുടെ കറി നന്നായിട്ട് വന്നിട്ട്